ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ റാണി പഠിക്കുന്ന അക്കാഡമിയിലേക്ക് ഞങ്ങൾ വന്നേക്കാണ്. ഇന്ന് അവിടെ ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്ലൈയിങ് എക്സ്പീരിയൻസ് കൊടുക്കാനുള്ള കുട്ടികൾക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സ്ലോട്ടായിരുന്നു ഇന്ന്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഫാമിലിയോടൊക്കെ അത് കാണാൻ വേണ്ടിയിട്ട് വന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാട്ടോ ഓല് പറഞ്ഞത് നമുക്ക് ഒരാൾ മാത്രമേ ഫാൻസിൻ്റെ സൈഡിൽ നിന്ന് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് എല്ലാവർക്കും കാണാൻ പോലും പറ്റുക, കാരണം നമുക്ക് എയർപോർട്ടിലേക്ക് അങ്ങനെ എല്ലാവർക്കും എൻട്രി ഇല്ല. അപ്പോൾ ഞാൻ പോയ സമയത്ത് ഇവർ ചായ കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് പോയിട്ടോ. ടൈം പോകണ്ടേ, അന്നാണെങ്കിൽ ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ അവർക്ക് പെട്ടെന്ന് പള്ളിക്കൊക്കെ പോകണം. ഞങ്ങൾ ആ ടൈമിലൊക്കെ ഫ്ലൈയിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഈ ക്ലിപ്സൊക്കെ എൻ്റെ അമ്മ എടുത്തതാണ്. അതായത് പോലെ വന്നതിന് ശേഷം ജസ്റ്റ് ഇവിടെ ഡെമോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അക്കാഡമിയിലെ ഒരു ഫ്ലൈറ്റിൻ്റെ കുട്ടികൾക്കൊക്കെ ഒരു മെയിനായിട്ട് അവിടെ ഫ്ലൈറ്റ് ആണല്ലോ മെയിൻ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അവർ അവിടെ ഒരു അക്കാഡമിയിൽ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയതുകൊണ്ട് കുട്ടികൾക്ക് അത് ജസ്റ്റ് കാണാനും ജസ്റ്റ് ഒന്ന് ഡെമോ ഒക്കെ ഒന്ന് വീക്ഷിക്കാനും ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആവശ്യം അത് മൊത്തം തപ്പുമാണ്, അതിൻ്റെ എഞ്ചിനും കാര്യങ്ങളും ശരിക്കുള്ളതാണോ എന്നുള്ള ഓളെ വിചാരത്തിൽ ശരിക്കുള്ള ഒരു എയറോപ്ലെയിൻ ആണെന്നുള്ള പോലെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്ലൈയിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫ്ലൈയിങ്ങിന് പോയപ്പോൾ അവിടെയും അനാൻഷ ഉണ്ടായിരുന്നു. അനാൻഷയ്ക്ക് ശേഷമായിരുന്നു ഞങ്ങളുടെ ഫ്ലൈയിങ്ങിൻ്റെ എക്സ്പീരിയൻസ്. ഇങ്ങനെയുള്ള അക്കാഡമികൾ ഒരുപാട് സ്ഥലത്തുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഫ്ലൈയിങ് കുട്ടികൾക്ക് എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന അക്കാഡമി ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. അത് വളരെ സന്തോഷം. ഞങ്ങൾ പാരൻസ് എന്ന നിലയിലും ഞങ്ങൾക്ക് സ്റ്റുഡൻസിന് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ടല്ലോ ഈ അക്കാഡമി എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയായിട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നു. ഫ്ലൈയിങ് എക്സ്പീരിയൻസുകളൊക്കെ പറയാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് പോന്നപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അറേബ്യൻ മജ്ലിസിൽ കയറി. ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ടേബിൾ ഇങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു, മജ്ലിസ് ടൈപ്പ് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ കാല് നീട്ടിയിട്ടും ഉരുട്ടിയിട്ടൊക്കെ ഞങ്ങൾ ഏകദേശം അതൊന്ന് തീരുമാനമാക്കിയിട്ട് ഇരുന്നു. ഏതായാലും ഐശുവിനാണെങ്കിൽ അങ്ങനെ നിരന്ന് നിൽക്കുകയല്ലേ, അപ്പോൾ കുറേ നേരം ഫുഡ് വരാൻ ടൈം ഉണ്ടായതുകൊണ്ട് അവിടെ കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന പല പല സാധനങ്ങളാണ്, ലൈക്ക് പെരി പെരി അൽഫാം, ഹണി അൽഫാം, പിന്നെ നോർമൽ അൽഫാം, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ടൈം എടുത്തെങ്കിലും നല്ല വെർത്ത് ഉണ്ടായിരുന്നു കേട്ടോ, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിന്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് തന്നെ മടങ്ങി കേട്ടോ.